നമ്മൾ എന്തിനാണ് അധ്വാനിക്കുന്നത്? എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ജോലിയെടുക്കുന്നത്? ഇവിടെ ജീവിക്കാനല്ലേ? എന്തിനാണ് ജീവിക്കുന്നത്? അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനല്ലേ അള്ളാഹു നമ്മളെ പഠിച്ചത്? അങ്ങനെ ആരാധിക്കുന്നവർക്കല്ലേ അള്ളാഹു സ്വർഗം കൊടുക്കുന്നത്? ആ സ്വർഗം കിട്ടാനല്ലേ നമ്മൾ സർവ്വ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്? നരകം വാങ്ങാനായി പോകരുതല്ലോ. തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അള്ളാഹു തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈമാനിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ കാണണമല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴച്ചുപോയവരുടെ ആശയങ്ങൾ നിങ്ങൾ വായിക്കരുത്, പഠിപ്പിക്കരുത്, പഠിക്കരുത്, അവരുടെ സദസ്സിൽ പങ്കെടുക്കരുത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചെറുപ്പക്കാരികൾ എത്രത്തോളം, ചില മുതഅല്ലിമീങ്ങൾക്ക് പോലും ഇപ്പോൾ ഇത്തരം ബോധം ഇല്ല. അതുകൊണ്ട് യുക്തിവാദി പ്രസംഗിക്കുമ്പോൾ ബായിമുള്ളത് ഇങ്ങനെ കേട്ടുകൊടുക്കും. അതേപോലെ തന്നെ മുജാഹിദ് പ്രസംഗിക്കും പോയി കേട്ടുകൊടുക്കും. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പ്രസംഗിക്കും പോയി കേട്ടുകൊടുക്കും. കള്ളത്തരീക്കത്തുകാരൻ ഉള്ള ആലിമീങ്ങളെ മുഴുവനും ചീത്ത പറഞ്ഞു നടക്കുമ്പോ അവിടെ പോയിട്ട് ഇങ്ങനെ തൊള്ള തുറന്ന് കേട്ടുകൊടുക്കും. അതെന്തുകൊണ്ടാണ്? ഈമാനിന് വിലയില്ലാതെയായി പോകുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ സുബ്ഹാനല്ലാഹ്, നീ ഒരു കൊറോണ പിടിച്ചവന്റെ കൈയും പിടിച്ച് നടക്കുമോ? കുഷ്ഠരോഗിയുടെ കൈയും പിടിച്ച് നടക്കുമോ? നീ രോഗമാണെന്ന് ഉറപ്പായാൽ പിന്നെ അത്തരം പകർച്ചവ്യാധിയുള്ളവരുമായി നീ ബന്ധപ്പെടുവോ? കാരണം എന്താണ്? നിന്റെ ആരോഗ്യം പോയി പോവോ, മരിച്ചുവോ എന്നുള്ള പേടിയാണല്ലേ. എന്നാൽ മരിച്ചതിന് ശേഷമുള്ള ഈമാൻ ഈ യുക്തിവാദിയുടെ സദസ്സിൽ പോയിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? അത് വല്ലാതെ ഭയപ്പെടേണ്ടതല്ലേ. ശൈത്താൻ വഞ്ചിക്കുന്നത് നല്ല ഗൗരവത്തോടെ കാണേണ്ടതല്ലേ. ഞാൻ വേദനയോടെ പറയട്ടെ, പരിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ നിന്നും എന്ന അർത്ഥത്തിൽ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ പടച്ചതെന്ന് പറയുമ്പോ അതേ ശാസ്ത്രീയമായ സത്യമല്ല, ശാസ്ത്രത്തിന്റെ നിഗമനം ഏതോ ഒരു വിഡ്ഢി, എന്നോട് ദേഷ്യം പിടിക്കണ്ട, സ്വന്തം അച്ഛൻ കുരങ്ങനാണെന്ന് പറഞ്ഞ വിഡ്ഢിയല്ലേ പിന്നെ ആരാ വിഡ്ഢി? എന്റെ അച്ഛൻ കുരങ്ങനാണ് നിങ്ങൾ ആരോ പറയോ? എന്നെ കിട്ടൂല കേട്ടോ പറയാൻ. എന്റെ അച്ഛൻ കുരങ്ങനാണ് എന്ന് പറയാൻ എന്നെ കിട്ടൂല. ഞാൻ എന്റെ കാര്യം ഞാൻ പറയും, നിങ്ങൾ പറഞ്ഞോളി, എന്നെ കിട്ടൂല എന്റെ അച്ഛൻ കുരങ്ങനാണ് എന്ന് പറയാനാണ്. അങ്ങനെ സ്വന്തം അച്ഛൻ കുരങ്ങനാണ് എന്ന് പറയുന്ന ചിന്തയില്ലാത്ത മനുഷ്യന്റെ ആശയം അത് ഖുർആൻ പഠിപ്പിച്ചതിന് വിരുദ്ധമാകുമ്പോ, ഖുർആൻ പറഞ്ഞത് സത്യമാണോ എന്ന് സംശയിക്കാൻ എന്റെ മകൾക്ക് തോന്നി എന്ന് ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മനസ്സ് വല്ലാതെ പടച്ചുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആൻ സംശയിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംശയിക്കരുത്. ഖുർആനിൽ വന്ന കാര്യങ്ങളൊക്കെ, അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പറഞ്ഞാൽ എത്ര ദിവസം അത് പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. മക്കയിൽ നിന്ന് പോകുമ്പോ ഇതാ മക്കയിലേക്ക് തിരിച്ചു വരുമെന്ന് ഖുർആൻ ആയത്തിറക്കുന്നു. അത് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അത് അതേ നിലക്ക് തന്നെ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ഭരണാധികാരിയായി മാറുന്നു. ഇത് അനുഭവിച്ചതല്ലേ ലോകം. അതുപോലെ എത്ര അനുഭവങ്ങളുണ്ട് ഖുർആൻ പറഞ്ഞത് പുലർന്നത്, ഹദീസിൽ പറഞ്ഞത് പുലർന്നത്. എന്തിനധികം പറയണം? ഇവിടെ ഇപ്പോൾ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നു അല്ലേ? അതെ, ഓൺലൈനിൽ ഉണ്ടാവും. അതെ, ഇതൊന്നും പണ്ട് കാലത്തില്ല. പണ്ട് കാലത്ത് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ താടിയും താലയൊക്കെ നരക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ എത്രയോ പ്രസംഗിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇത്തരം പരിപാടിയില്ല. അന്നുണ്ടായിരുന്നു ഒരു ടൈപ്പ് റിക്കാർഡ്. അതിലിങ്ങനെ കേസറ്റ് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കേൾക്കല. സിദ്ധന്മാരും ജിന്നുകളും എന്ന പേരിൽ ഞാൻ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ ഒരു വയത് പറഞ്ഞു. 4 മണിക്കൂർ ജിന്നുകൾ കാണിക്കുന്ന കോപ്രാട്ടികൾ, ജിന്നുകൾ മനുഷ്യന്മാരെ പറ്റിക്കുന്നത്, വ്യാജത്വരീക്കത്തിൽ കുടുങ്ങിപ്പോകുന്നതിന്റെ കാരണം തുടങ്ങി പല കാര്യങ്ങളും ഏകദേശം ആ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നു 30ഓളം അല്ലെങ്കിൽ 25 കൊല്ലത്തിന്റെ മേലെ, 1995-96 കാലത്തായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. ആ കാലത്തൊക്കെ കേസറ്റാണ്. ഇപ്പോഴും ആ കേസറ്റൊക്കെ സൂക്ഷിച്ച പലരും ഈ ഭാഗത്തുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ ഈ കേസറ്റും ഇല്ല, ക്യാമറയും ഇല്ല, ഒന്നുമില്ലാത്ത കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് 1000 കൊല്ലം പഴക്കമുള്ള കിതാബിൽ
കാണിച്ചു കൊടുക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ചെരുപ്പിന്റെ ഭാഗം, അവന്റെ ചാട്ടവാറിന്റെ തല, അങ്ങനെയുള്ള പലതും അവന്റെ വീട്ടിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും ഒപ്പിയെടുത്ത് അവിടെ നടന്ന സംസാരവും പരിപാടികളൊക്കെ വൈകുന്നേരം വരുമ്പോൾ വീട്ടുകാരന് ആ ജീവനില്ലാത്ത സാധനങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന കാലം ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുന്നതാണ്. ജീവനില്ലാത്ത സാധനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അതാ പകർത്തിയെടുത്തിട്ട് പിന്നീട് പറഞ്ഞു കൊടുക്കുമെന്ന് 1400-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയല്ലേ? അങ്ങനെ എത്ര സംഗതികളുണ്ട്. അപ്പൊ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനിനെയും നിഷേധിക്കാൻ പാടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.